ചെന്നൈ മുംബൈ പോലുള്ള മികച്ച ടീമുകൾ IPLലുണ്ട്. എന്നിട്ടും അവർക്ക് പോലും ഒരുവിധം എല്ലാ മാച്ചിലും ജയിക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ രാജസ്ഥാൻ ആകട്ടെ തുടരെ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഒരു മാച്ച് മാത്രമേ രാജസ്ഥാൻ തോറ്റിട്ടുള്ളൂ. എങ്ങനെയാണ് രാജസ്ഥാൻ ഇങ്ങനെ എല്ലാ കളിയും ജയിക്കുന്നത്? രാജസ്ഥാന്റെ ക്യാപ്റ്റൻ സഞ്ജു ആണെന്ന് നമുക്കറിയാം. ഇപ്പോഴിതാ മുൻ താരം സ്റ്റീവ് സ്മിത്ത് അക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. സ്മിത്ത് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നലെ കൊൽക്കത്ത ടീമിനെയും രാജസ്ഥാൻ തോൽപ്പിച്ചിരിക്കുകയാണ്. അത്രയും വലിയ ടാർഗറ്റ് മറികടന്നിട്ടാണ് രാജസ്ഥാൻ കളി ജയിച്ചത്. ഇന്നലത്തെ രാജസ്ഥാന്റെ കളി കണ്ട ശേഷം മുൻ രാജസ്ഥാൻ താരം സ്മിത്ത് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞാൻ ഒരുപാട് വർഷം രാജസ്ഥാന്റെ ക്യാപ്റ്റനായിട്ടുണ്ട്. ഈ സമയത്തൊന്നും തന്നെ രാജസ്ഥാൻ ഇങ്ങനെ കളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പോയ ശേഷമാണ് സഞ്ജു ക്യാപ്റ്റനായത്. അവൻ ക്യാപ്റ്റനായിട്ട് ഒരുപാട് വർഷങ്ങൾ ആയിട്ടില്ല. അപ്പോഴേക്കും രാജസ്ഥാൻ ടീം മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. ഈ ഒരു മാറ്റത്തിന് ഒരു കാരണമേ ഉള്ളൂ, അത് സഞ്ജു ആണ്. സഞ്ജുവിന്റെ ക്യാപ്റ്റൻസി കൊണ്ടാണ് രാജസ്ഥാൻ ടീം മാറിയിരിക്കുന്നത്. ഒരുപക്ഷെ പലർക്കും ഈ ഒരു കാരണം അറിയില്ലായിരിക്കും. പക്ഷേ സത്യം അതാണ്. സഞ്ജുവിന്റെ തന്ത്രങ്ങളാണ് രാജസ്ഥാൻ ടീമിനെ മുന്നോട്ട് നയിക്കുന്നത്. സഞ്ജു അവിടെ കാര്യങ്ങൾ സൈലന്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അതാണ് ആർക്കും സഞ്ജുവിന്റെ ക്യാപ്റ്റൻസിയെ പറ്റി അറിയാത്തത്. സഞ്ജു ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറിയാൽ രാജസ്ഥാൻ ടീം തോൽക്കുമെന്നത് ഉറപ്പാണ്. ഞാനിങ്ങനെ പറയാൻ കാരണം, ഞാൻ ക്യാപ്റ്റനായിരുന്ന സമയത്ത് സഞ്ജു എനിക്ക് വലിയ ഉപദേശങ്ങൾ തന്നിട്ടുണ്ട്. അന്ന് ഞാൻ ആശ്ചര്യത്തോടെ സഞ്ജുവിനെ നോക്കി നിന്നിട്ടുണ്ട്. ഇതുവരെ ക്യാപ്റ്റൻ ആവാത്ത സഞ്ജു എങ്ങനെയാണ് ഇതുപോലത്തെ ഉപദേശങ്ങൾ തരുന്നത്? അത്രയ്ക്കും ദീർഘവീക്ഷണം സഞ്ജുവിനുണ്ടെന്ന് സ്മിത്ത് വ്യക്തമാക്കി. അപ്പോൾ വെറുതെയല്ല രാജസ്ഥാൻ കളി ജയിക്കുന്നത്. ഒരുവിധം എല്ലാ മാച്ചും രാജസ്ഥാൻ ജയിച്ചിരിക്കുകയാണ്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ ഫൈനൽ വരെ എത്തുമെന്നത് ഉറപ്പാണ്. കാരണം ടേബിൾ ടോപ്പർ ആയാൽ ഈസി ആയിട്ട് ഫൈനലിലെത്താം. അതുകൊണ്ട് സഞ്ജു ഇപ്രാവശ്യം കപ്പ് നേടിയേ മടങ്ങൂ. രാജസ്ഥാൻ ജയിക്കുന്നതിന് പിന്നിൽ സഞ്ജു ആണെന്ന് സ്മിത്ത് പറഞ്ഞപ്പോൾ നമുക്ക് വ്യക്തമായി. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.